നമസ്കാരം. എൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറുകഥയായാലോ? ആസ്വാദകരുടെ എല്ലാം മനസ്സിൽ വളരെയേറെ ഇടം നൽകിയ ഒരു കഥയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സുഖമുള്ള ഒരു നൊമ്പരമായി എന്നും ആസ്വാദകരിൽ ഇടം നേടിയ കഥ ഏതാണെന്നാൽ പ്രശസ്ത സാഹിത്യകാരൻ, ചെറുകഥകളുടെ കുലപതി ടി പത്മനാഭൻ്റെ ഗൗരി എന്ന കഥ. കഥ മുഴുവൻ വായിക്കുന്നില്ല, ഏകദേശം ഒരു രൂപം മാത്രം നിങ്ങളിൽ എത്തിക്കുന്നതേയുള്ളൂ. മിക്കവാറും എല്ലാവരും ഈ കഥ വായിച്ച് ആസ്വദിച്ചിട്ടുണ്ടാകും. ഒരു കവിത വായിക്കുന്നത് പോലെ സുന്ദരമായ ഭാവം ഇതിൽ നിറഞ്ഞു നിൽക്കുന്നു. ഉദാത്തമായ ലാളിത്യം, സ്നേഹം, ദയ, സഹാനുഭൂതി, ത്യാഗം ഒക്കെ ഈ കഥയിൽ കാണാം. യൗവനത്തിൻ്റെയും മധ്യവയസ്സിൻ്റെയും ഇടയിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആർദ്രവും പക്വവുമായ പ്രണയമാണ് ഇതിലെ പ്രമേയം. പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ടെഴുതിയ കഥ എന്നതിനെ പ്രശസ്ത സാഹിത്യകാരൻ KP അപ്പൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഉയർന്ന ഔദ്യോഗിക ജീവിതം നയിക്കുന്ന ഗൗരിയും തൻ്റെ സുഹൃത്തും ഒഡീഷയിൽ ഗോപാൽപൂർ എന്ന സ്ഥലത്ത് പ്രഭാതത്തിൽ സൂര്യോദയം ആസ്വദിക്കാൻ എത്തുന്നു. അവർ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടുകയാണ്. കടലോരത്ത് നടക്കുമ്പോൾ കാഠ്മണ്ഡുവിലെ പശുപതിനാഥ ക്ഷേത്ര സന്ദർശനം അദ്ദേഹം ഓർക്കുകയാണ്. ബാഗ്മതി നദിയുടെ തീരത്ത് കത്തിയെരിയുന്ന ശവശരീരങ്ങൾ, ഊഴം കാത്തു കിടക്കുന്ന ശരീരങ്ങൾ എന്നിവയെല്ലാം സ്തബ്ധയായി നോക്കി നിൽക്കുന്ന ഗൗരിയുടെ ചിത്രം അയാളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. തടാകത്തിലെ ദ്വീപിൽ ചെലവഴിച്ച ദിവസങ്ങളിൽ അവൾ സന്തുഷ്ടയായതും അദ്ദേഹം കൂടെയുള്ളപ്പോൾ അവൾ സനാഥയാണെന്ന് പറയുന്നതും അയാൾ ഓർത്തു. അവരുടെ പ്രണയത്തിന് മുൻകൈയെടുത്തത് അവളായിരുന്നു. അവളുടെ ജീവിതത്തിലെ ദുഃഖപൂർണമായ അവസ്ഥ അയാളുമായി പങ്കുവയ്ക്കുന്നു. സൂര്യോദയം കാത്തിരിക്കുന്നതിനിടെ അയാളുടെ ചെറുപ്പകാലത്തെ പ്രണയം ഒരു കഥയായി അവളോട് പറയുന്നു. കാമുകിക്ക് വന്ന ദുരന്തം ഒരു നീറ്റലായി അയാളുടെ മനസ്സിൽ അവശേഷിക്കുകയാണ്. ഗൗരിക്ക് അയാളുമായി പങ്കുവച്ച ദിനങ്ങൾ വളരെ സന്തോഷപ്രദമായിരുന്നു. ഗോപാൽപൂരിലെ കടലിന് മുകളിലുണ്ടായിരുന്ന മേഘങ്ങൾക്ക് പിന്നിൽ ഒളിച്ചു കളിച്ചിരുന്ന സൂര്യനെ കാണാൻ അവർ ക്ഷമാപൂർവം കാത്തിരിക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു. ഇതിലെ ഏറ്റവും ആകർഷകമായി തോന്നിയ ഏതാനും പ്രയോഗങ്ങൾ പറയട്ടെ. തടാകത്തിൻ്റെ കരയിലെ മഞ്ഞിൻ്റെ ശിരോവസ്ത്രം അണിഞ്ഞു നിൽക്കുന്ന അന്നപൂർണ, മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകൾ, തടാകം, ഇവയൊക്കെ ഒരു സുന്ദരമായ ഒരു ചിത്രമായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ അയാളോടുള്ള പ്രണയത്തെക്കുറിച്ച് അവൾ പറയുന്നു. ഈ സ്നേഹം മധുരമായ വേദന തന്നെയെന്ന്. അതിന് മറുപടിയായി അയാളും പറയുന്നുണ്ട്, വേദനയോടുകൂടി സ്നേഹിക്കുന്നു എന്ന്. പ്രണയമൊരു മധുരമായ നോവായി പലരുടെയും മനസ്സിൽ നിൽക്കുന്നുണ്ടാകാം. പിന്നീട് അവൾ പറയുന്നുണ്ട്, സ്നേഹത്തിൻ്റെ കാണാക്കയങ്ങളിലേക്ക് അങ്ങേ പിടിച്ചു കൊണ്ടുപോയത് ഞാനായിരുന്നല്ലോ എന്ന്. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം മൗനിയായിരുന്നു. പിന്നീട് അവൾ പറയുന്നുണ്ട്, അങ്ങയുടെ ഉള്ളിലും സ്നേഹമുണ്ടായിരുന്നു, ആ സ്നേഹം എനിക്ക് വേണമായിരുന്നു എന്ന്. നമ്മളെപ്പോഴും എല്ലാവരും സ്നേഹം കൊതിക്കുന്നവരാണ്. സ്നേഹത്തിന് പല ഭാവങ്ങളും പല മുഖങ്ങളുണ്ടല്ലോ. അതിലെ പ്രണയത്തിൻ്റെ ഭാവം അതീവ സുന്ദരമാണ്. പലരും സ്നേഹത്തെ കൊതിക്കുന്നവരാണ്. അതുപോലെ ചെറുപ്പകാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രണയിനിയുമായുള്ള ഒരു മുഹൂർത്തത്തിൽ അവൾ അദ്ദേഹത്തെ പിന്തുടരുന്ന ഒരു നോട്ടം, അദ്ദേഹം പറയുന്നത് ജീവിതകാലം മുഴുവൻ പിന്തുടരുന്ന ആ നോട്ടം എന്നാണ്. കാരണം പ്രണയം ചിലത് സഫലമാകുന്നു, ചിലത് സഫലമാകാതെ പോകുന്നു. പക്ഷേ സഫലമാകാത്ത പ്രണയത്തിനാണ് കൂടുതൽ മാധുര്യമെന്നാണ് തോന്നുന്നത്. കാരണം അത് ജീവിതകാലം മുഴുവൻ നമ്മളെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പ്രണയത്തിന് ഇത്രയും സുന്ദരമായ ഭാവം നൽകി പരിശുദ്ധമാക്കി തീർത്ത ഗൗരി മനോഹരമായൊരു കഥാശില്പമാണ്. ഈ കഥ എല്ലാവരും വായിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.